ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു കമൻറ്റാണ്, എങ്ങനെയാണ് നമ്മൾ വീട്ടിലെ ജോലികളും അതോടൊപ്പം തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ സമയം മാനേജ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സൊക്കെ ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയുള്ള ടിപ്സാണ്. ചിലൊരു റുട്ടീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു, ടൈമൊക്കെ വെച്ചിട്ട്. അത് നമുക്ക് വഴിയൊരു വീഡിയോ ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ടിപ്സിലോട്ട് പോകാം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സമയം ഒന്നിനും തികയണില്ല എന്ന്. ഇത് ഞാനടക്കം പറയാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, സമയം ഒന്ന് സ്ലോ ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് അറിയുന്നില്ല. അത്രയും നമുക്ക് സമയം തികയാത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ടിപ്സ് എല്ലാം തന്നെ സാധാരണക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സാണ്. അല്ലാതെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് നമ്മളെപ്പോലുള്ള ചിലർക്കൊന്നും അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കത് കാണുമ്പോൾ ടെൻഷനാണ് വരുന്നത്. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സമയമല്ല മാനേജ് ചെയ്യേണ്ടത്, നമ്മുടെ എനർജീനെയാണ് മാനേജ് ചെയ്യേണ്ടത്. എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഉഷാറ് അല്ലെങ്കിൽ ഉന്മേഷം അല്ലെങ്കിൽ ഊർജ്ജം എന്നൊക്കെ പറയാം. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമാവും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ ഒരേ ടൈം തന്നെ കിട്ടണം. എന്നിട്ട് അവർക്ക് എങ്ങനെ നമ്മളെക്കാട്ടും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. അവർ നമ്മളെക്കാട്ടും എനർജറ്റിക് ആണ്, അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചില ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മടി പിടിച്ച് ഫോൺ നോക്കിയിരുന്ന് അങ്ങനെ ഇരുന്ന് അപ്പോൾ ടൈം മാനേജ്മെൻ്റ് ആണ് പ്രശ്നം നമുക്ക് തോന്നണേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിലവർക്ക് മടിയായിരിക്കും, ചിലവർക്ക് ഒരുപാട് ജോലി ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് അവർ എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അങ്ങനെ വരുമ്പോഴും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല, നമ്മുടെ സമയം അങ്ങനെയും വേസ്റ്റായി പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ജോലികൾ നമുക്ക് ഏറ്റവും ഹൈ എനർജി ഏത് സമയത്താണ് നോക്കിയിട്ട് ആ സമയത്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ രാവിലെയാണ് നമുക്ക് ഏറ്റവും ഹൈ എനർജി ഉള്ളത് എങ്കിൽ നമ്മൾ ആ സമയത്തായിരിക്കും അത് ചെയ്യേണ്ടത്. വൈകിട്ടാണ് നമുക്ക് ഏറ്റവും ഹൈ എനർജി ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാചകം ചെയ്തെല്ലാം വെക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കംഫർട്ട് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വൈകിട്ട് കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ എനർജി ഏറ്റവും കൂടുതലുള്ള സമയം നമ്മൾ ഏറ്റവും ഹാർഡായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പഠിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുക. നമ്മുടെ എനർജി ലെവൽ അനുസരിച്ച് നമ്മുടെ ഒരു ദിവസത്തിനെ മാനേജ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറ്റബോധം കുറവ് ഫീൽ ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് തോന്നും, ഇങ്ങനെ എനർജി ഇല്ലാണ്ടായി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മടിയാണെന്നൊരു ഫീല് വരും. അതോടെ നമുക്ക് നിരാശയാവാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, രാവിലെ എൻ്റെ ബുദ്ധിമുട്ടുള്ള ജോലികളെല്ലാം ചെയ്ത് തീർക്കാനും വൈകിട്ടത്തെ ടൈം ഈസി ആയിട്ടുള്ള ജോലികളും ലോ എനർജി വേണ്ട ജോലികളാണ് ഞാൻ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു 15 കാര്യങ്ങൾ എഴുതി വെച്ച് അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റിൽ എഴുതി വെച്ചാൽ അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതും അർജൻറ്റുമായിട്ടുള്ള 3 കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഭക്ഷണം വയ്ക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും, അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന അതേ കറികൾ തന്നെയാണ് ഞാൻ വൈകുന്നേരം ഞങ്ങൾ എടുക്കാറ്. അത് കൃത്യമായിട്ട് അത് ചെയ്ത് പോകണം. അതുപോലെ ബേസിക് ആയിട്ട് വീടിൻ്റെ ഒരു ക്ലീനിങ്, മക്കളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നമുക്കത് ശ്രദ്ധിക്കണം അങ്ങനെ. അതുപോലെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു 3-4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. അങ്ങനെ എല്ലാം കൂടി ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആക്കുന്നതിലും നല്ലത് ചെയ്യാൻ സാധിക്കുന്ന 3-4 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് സന്തോഷമാവും. അപ്പോൾ അടുത്ത ദിവസം അത് ചെയ്ത് തീർക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. ആ കാര്യങ്ങളെ കുറച്ച് ഈസി ആക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം. അത് കുക്കിംഗ് കുറച്ചും കൂടി എളുപ്പമാക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ വേറെ കാര്യങ്ങളിലോട്ട് ടൈം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4-5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ടാസ്കുകളെ മാനേജ് ചെയ്യാം. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് നമുക്ക് അവസാനം എന്തിൽ ഉറപ്പിക്കണമെന്നറിയാത്തൊരു കുഴപ്പം. അതായത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലില്ലാണ്ടിരിക്കുക. അതായത് ഇപ്പോൾ എന്ത് പാചകം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഏത് ഭാഗമാണ് പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊരു ദിവസത്തിൽ ഡിസൈഡ് ചെയ്യാനുണ്ട്. അത് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാണ്ടാവുമ്പോൾ ഇത് ആലോചിച്ച് കൺഫ്യൂഷനായിട്ട് നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന കുറേ പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട്, നമ്മളിപ്പോൾ ഭക്ഷണം വെക്കുകയാണെങ്കിൽ മൺഡേ ടു നമ്മൾ സൺഡേ വരെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ
അത് ഒരേ ആ ടൈപ്പ് ഐറ്റംസ് മാറി 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 നമ്മൾ ഓരോ ദിവസം അതിന് അടുത്ത ആഴ്ച വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം കുറേ ആലോചിക്കേണ്ടി വരുന്നില്ല. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി, ചൊവ്വാഴ്ച നമ്മൾ ദോശ ഉണ്ടാക്കി, അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കി. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതായത് സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ കുറേ അധികം ആലോചിക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാം. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുറേ കൂടി സ്ട്രെസ് നമുക്ക് കുറയും. നമുക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റാവുമ്പോഴാണ് നമ്മുടെ സമയം കുറേ പോകുന്നതും നമ്മുടെ എനർജി വേസ്റ്റ് ആവുന്നതും നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നത്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സമയത്തെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഒന്ന് വിലയിരുത്തുക ഇപ്പോഴത്തെ നമ്മുടെ റുട്ടീൻ എങ്ങനെയാണെന്ന്. നമ്മളതൊന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്ര ടൈമിംഗ് എടുക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എഴുതി അത് വെക്കുക. പ്ലസ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എല്ലാം നമ്മൾ എഴുതുക കേട്ടോ. അതിനുശേഷം നമ്മൾ നോക്കുക എവിടേക്കാണ് നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ റുട്ടീൻ ചാർട്ട് നമ്മൾ തന്നെ എഴുതിയെടുക്കുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഇന്ന ടൈം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണ നമ്മുടെ ജോലിയുടെ സ്പീഡ് നമുക്കറിയാലോ, അതിനനുസരിച്ച് വേണം നമ്മൾ റുട്ടീൻ എഴുതാൻ. അല്ലാതെ ഇപ്പോൾ ഞാനൊരു റുട്ടീൻ ഇട്ടുമെന്ന് വെച്ചിട്ട് നിങ്ങൾ അതല്ല അതുപോലെ കോപ്പി അടിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതുക നമ്മുടെ വർക്ക് സ്പീഡ് എത്രയാണെന്ന് അനുസരിച്ച് നമ്മൾ റുട്ടീൻ എഴുതി എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പം കൃത്യമായിട്ട് അതൊന്ന് എഴുതിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു എന്താ പറയുക ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണല്ലോ. അത് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, നാളെ തൊട്ടപ്പോൾ എൻ്റെ റുട്ടീൻ കോളമായി എന്ന് വിചാരിക്കരുത്. ഇത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മളത് നോക്കി അതനുസരിച്ച് പരമാവധി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് വേണം നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്പീഡ് വർക്കിൻ്റെ കൂടുന്നതനുസരിച്ച് നമുക്ക് സമയം സേവ് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ബ്ലോക്കിംഗ് ശീലമാക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ റുട്ടീനിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ 2 മണിക്കൂർ എടുത്ത് കുക്ക് ചെയ്യും എന്ന് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ 2.5 മണിക്കൂർ എടുക്കും എന്ന് നമ്മൾ എഴുതി വയ്ക്കുക. എന്തെന്ന് വെച്ചാൽ നമ്മളൊരു 15-30 മിനിറ്റൊക്കെ എക്സ്ട്രാ ഏതൊരു ജോലിക്കും നമ്മൾ കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ ഗ്യാസ് തീർന്നു പോകാം, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാറുന്ന എന്തെങ്കിലും ഇറിറ്റേറ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ ടൈം കുറേ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു 15-30 മിനിറ്റ് എക്സ്ട്രാ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ടെൻഷനോ കൺഫ്യൂഷനോ ഉണ്ടാവില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ റുട്ടീൻ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അവർ കൊടുത്തിരിക്കുന്ന ടൈം അനുസരിച്ച് കൃത്യം ചെയ്യാൻ നോക്കും, പക്ഷേ നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഇതുപോലത്തെ വിചാരിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ ടൈം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആ ടൈം ഫോളോ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ടെൻഷനാവും. എപ്പോഴും ഒരു അരമണിക്കൂർ എക്സ്ട്രാ ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അടുത്തൊരു വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വന്ന ശേഷം കാണുന്ന ഒരു പ്രോബ്ലമാണ്. ഇതെനിക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പല വീടുകൾ കാണുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ടും ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കുറ്റബോധമാണ്, നമ്മുടെ വീട് അങ്ങനെയല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിലൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ചില വീടുകൾ പുതിയ വീടുകളായിരിക്കും. പുതിയ വീടുകൾ സ്വാഭാവികമായിട്ടും അധികം പഴക്കമില്ലാത്തതുകൊണ്ട് തന്നെ അത് കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ടാവും. പഴയ വീടുകൾ ഉപയോഗിക്കുന്ന ഒരു വീടുകൾ നമ്മൾ വൃത്തിയാക്കിയൊക്കെ ഇട്ടാലും ആ വീടിൻ്റെ പഴക്കം കൊണ്ട് ചിലപ്പോൾ അത്ര വൃത്തി തോന്നണമെന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിനൊരു തൃപ്തിക്കുറവാണ്, നമ്മുടെ വീട് അത്ര ഭംഗിയില്ലല്ലോ, നമ്മൾ കാണുന്ന വീടുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട് അത്ര വൃത്തിയില്ലാത്ത പോലെയാണല്ലോ തോന്നണേന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവശ്യത്തിനുള്ളൊരു ക്ലീനിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അതിൽ അവധിയുള്ള ദിവസങ്ങളിൽ ഡീപ്പ് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുക. നമ്മൾ ഈ കാണുന്നതല്ലല്ലോ റിയൽ ലൈഫിലുള്ള ഒരു വീട് എങ്ങനെ ഉണ്ടാവുക. പണ്ടത്തെ വീടുകളൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കി, ക്ലീനായിരിക്കും, ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അല്ലാതെ അത് ഓവർ പെർഫെക്ഷൻ ആയിട്ട് ഒരു മ്യൂസിയം പോലെ ഒരിക്കലും നമ്മുടെ വീട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അമിതമായിട്ട് ഇങ്ങനത്തെ കണ്ടുകൊണ്ട് നമ്മുടെ വീടിനെ കമ്പയർ ചെയ്യാതെ ഉള്ളത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം ഒരു 15 മിനിറ്റ് നമ്മുടെ വൈകുന്നേരത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, പ്രത്യേകിച്ച് കിച്ചൻ്റെ. ഞാനത് എപ്പോഴും വീഡിയോസിൽ പറയുന്ന കാര്യമാണ്, പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വെക്കുകയും കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി വെച്ചിട്ട് പോകാനായിട്ട് നോക്കുക. ബാക്കി റൂമുകളൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിലും ഇത് നിർബന്ധമായിട്ട് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഏറ്റവും ഇറിറ്റേഷൻ വരുന്ന ഒരു കാര്യമാണ് കിച്ചണിലോട്ട് വരുമ്പോൾ അവിടെ കാണുന്ന ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒട്ടും പിന്നെ ബാക്കിയുള്ള ജോലി ചെയ്യാൻ എനർജി കിട്ടില്ല. അതുകൊണ്ട് കിച്ചൺ ക്ലിയർ ആയാൽ തന്നെ പകുതി ആശ്വാസമാണ്. അതുകൊണ്ട് കിച്ചൺ പരമാവധി ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കുക. ഒരു 15 മിനിറ്റ് സമയമെങ്കിലും എടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വില്ലനാണ് നമ്മുടെ സമയം കളയാനുള്ളതാണ് ഫോൺ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചാലും ഫോൺ എന്തായാലും വേണം. പക്ഷേ അതിൻ്റെ ഒരു ടൈം ലിമിറ്റും അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുകയാണെങ്കിൽ
നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഫോണിൽ എന്തെങ്കിലും പ്ലേ ചെയ്ത് വെക്കും, കേൾക്കും. പക്ഷേ ഫോണിൽ നോക്കി നിൽക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം നമ്മുടെ ടൈം അതൊക്കെ നോക്കി വരുമ്പോൾ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങൾ കേൾക്കുകയും കുക്കിംഗ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക ചെയ്യുകയാണെങ്കിൽ ഫോൺ നമ്മുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കുക, സൈലൻ്റ് ആക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുപോലെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഫിക്സ് ടൈം വെച്ചിട്ട് ആ ടൈം കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാനും കൂടി നോക്കുക. അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫോൺ നമ്മളെപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കുള്ളൊരു ഉപയോഗത്തിന് വേണ്ടി ഒരു ടൂൾ മാത്രമായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല ടൈമാണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്ന ഏറ്റവും വലിയ കാര്യം ഫോണാണ് നമ്മൾ പറയുമെങ്കിലും അത് മാത്രമല്ല കേട്ടോ. നമ്മൾ പല പല കാര്യങ്ങൾ വേറെയും ചെയ്യുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി നമ്മുടെ സമയം കളയും. അതോടൊപ്പം തന്നെ ചില ജോലികളൊക്കെ മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നോ എന്ന് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുക. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി പ്രോപ്പറായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യാണ്ടാവുമ്പോൾ ഇരട്ടിപ്പണിയും അതിലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിന് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയം എടുത്ത് പ്രോപ്പറായിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ പഠിക്കുക, നമ്മൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക. ആ സമയത്ത് വേറെ ഡിസ്ട്രാക്ഷനിലോട്ട് പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ജോലിക്ക് പോകുന്നവരും സ്റ്റുഡൻസൊക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിൽ നമുക്ക് ഏറ്റവും നല്ലത് സൂട്ടബിൾ ആയിട്ടുള്ളത് വീക്ക്ലി പ്ലാനിങ് ചെയ്യുന്നതാണ്. ഡെയിലി പ്ലാനിങ് നമുക്ക് ഒരുപാട് ടെൻഷൻ നൽകും. കാരണം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ജോലിക്കാർക്കൊക്കെ അവർക്ക് കൂടുതൽ സമയം ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും. രാവിലത്തെ ഭക്ഷണം വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ തുണികൾ വാഷ് ചെയ്യാനിടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ടൈം ഇല്ല. അതുകൊണ്ട് നമുക്ക് ആകെ വീക്ക്ലി പ്ലാനിങ് ആണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുക. വീക്ക്ലി പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്ത് അതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം സെലക്ട് ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ടെൻഷൻ കുറവായിരിക്കും. ഡെയിലി കാര്യങ്ങൾ, അതായത് ബേസിക് കാര്യങ്ങൾ മാത്രം നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ മനസ്സിലാണ് കുറേ കാര്യങ്ങൾ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ബില്ലുകൾ പേ ചെയ്യേണ്ടതായാലും ഗ്രോസറി മേടിക്കേണ്ടതായാലും കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളായാലും അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്ന കാര്യങ്ങളായാലും അങ്ങനെ എല്ലാതും. അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ കിടക്കണേ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫുൾ ടൈം ചിന്തകളാണ്. കാരണം ബാക്കിയുള്ളവർ ഞാനത് ഓർത്തില്ലെങ്കിൽ അവരത് മറന്നു പോകുമെന്നുള്ളൊരു ടെൻഷനാണ് നമുക്ക്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലോ നമുക്ക് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഫോണിലാണ് എഴുതിയിടാറുള്ളത്. കാരണം ഞാൻ കൂടുതൽ സമയം ഫോണാണ് യൂസ് ചെയ്യുന്നത് ബുക്കിനെക്കാട്ടും. അപ്പോൾ അതുകൊണ്ട് ഫോണിൽ എപ്പോഴും ഞാൻ എൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഓർത്തെടുത്ത് അത് ചെയ്യും. പിന്നത്തെ ഒരു കാര്യമുള്ളത് ഫോണിൽ ഞാൻ അലാറംസ് സെറ്റ് ചെയ്യും. നമുക്ക് ബില്ലുകൾ പേ ചെയ്യാനുള്ളതോ അങ്ങനെയൊക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. ഇല്ലെങ്കിൽ ഇത് നേരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ മൈൻഡ് നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അത് നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമ്പോൾ ഒരു കുറ്റബോധവും വിചാരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സെൽഫ് കെയർ എന്ന് പറയുന്നത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചെയ്യേണ്ടത് നന്നായിട്ട് ഉറങ്ങുക, സൈലൻ്റായിട്ട് ശാന്തമായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുക. നമ്മുടെ മൈൻഡ് ഫ്രീ ആയി കഴിയുമ്പോൾ നമുക്ക് കുറേയും കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യവും മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോലിക്ക് പോകുന്നവർക്കായാലും സ്റ്റുഡൻസിനായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടിപ്സും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ച് നോക്കി നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് സിമ്പിളാക്കാനായിട്ട് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക്